വയനാട്ടിലെ ഷിഗല്ല വ്യാപനത്തിൽ ജലശുദ്ധീകരണത്തിൽ ജാഗ്രത കുറവുണ്ടായെന്ന് മന്ത്രി ടി സിദ്ദീഖ്. കോളിയാടി മാർ ബസേലിയസ് AUP സ്കൂളിലേക്കുള്ള ജലസ്രോതസ്സുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നും മന്ത്രി സ്ഥിരീകരിക്കുന്നു. വാട്ടർ ഫിൽട്ടർ അടക്കം വേണ്ട രീതിയിൽ വൃത്തിയാക്കിയിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. കോളിയാടി സ്കൂളിലെ ബോർവെൽ, ഓപ്പൺ വെൽ, വാട്ടർ ഫിൽട്ടർ ഈ 3 പരിശോധിച്ചതിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ കോളിഫോം ബാക്ടീരിയയും അതുപോലെ സ്യൂഡോമോണാസും ഇത് രണ്ടും കണ്ടെത്തി. അത് വാട്ടർ ഫിൽട്ടറിൽ ഉൾപ്പെടെ അതിനെ കണക്ട് ചെയ്യപ്പെട്ടതായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായാണോ എന്നുള്ളത് അറിയില്ല. ഈ സാഹചര്യം വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ള സ്കൂളുകളിൽ നടക്കുന്നതായ പരിശോധനയും കാര്യങ്ങളും സീരിയസ് ആക്കി പൂർണ്ണതയിലെത്തിക്കാനുള്ളതായ നടപടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. ഇത് വളരെ അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ. കാളിദാസൻ ദേവദത്തം ചേരുകയാണ്. കാളിദാസൻ, ഒരു വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരം. അതുതന്നെയാണ് സിത പ്രജിൻ. ഈ തുടക്കത്തിൽ ഉണ്ടായ ഒരു അല്ലെങ്കിൽ തുടക്കത്തിൽ പാലിക്കേണ്ട ഒരു ജാഗ്രത അത് ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു വ്യാപനത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോലും ആ തുടക്കം പോലും ഒഴിവാക്കാമായിരുന്നു. അത്തരത്തിലൊരു ജാഗ്രത സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുമൊക്കെ ഇത് വൃത്തിയാക്കുന്ന സാഹചര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ അത് പിന്നീട് ഒരു ഷിഗല്ലയിലേക്കും വ്യാപനത്തിലേക്കും ഒക്കെ എത്തുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ രോഗബാധിതരായിട്ടുള്ള ഷിഗല്ല ബാധിതരായിട്ടുള്ള കുട്ടികളുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണ്. പക്ഷേ ഈ മാർ ബസേലിയോസ്, കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ ജലസ്രോതസ്സുകൾ, അതായത് കിണറുകൾ, ബോർവെല്ല്, ഈ ഇങ്ങനത്തെ വാട്ടർ ഫിൽട്ടർ ഇവയിലൊക്കെ അതൊക്കെ വൃത്തിയാക്കുന്നതിൽ, അത് ശുദ്ധീകരിക്കുന്നതിൽ ഒരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞതുപോലെ തന്നെ സ്യൂഡോമോണസ് ബാക്ടീരിയയുടെയും അതോടൊപ്പം തന്നെ ഈ കോളിഫോം ബാക്ടീരിയയുടെയും ഒക്കെ തന്നെ ഒരു സാന്നിധ്യം ഉണ്ട്. ഈ കോളിഫോം ബാക്ടീരിയ അല്ലെങ്കിൽ സ്യൂഡോമോണസ് ബാക്ടീരിയ എല്ലാം തന്നെ സാധാരണ മണ്ണിലും വെള്ളത്തിലുമൊക്കെ കാണുന്നതാണ്. അത് പെരുകുമ്പോഴാണ് അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കുമൊക്കെ എത്തുന്നത്. പക്ഷേ അത് പെരുകിയ ഒരു സാഹചര്യമാണ്. കാരണം അത്രത്തോളം മാലിന്യമാണ്. അവിടുത്തെ കിണറിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബാക്ടീരിയ സാന്നിധ്യവും മാലിന്യവും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഷിഗല്ല സാന്നിധ്യം കണ്ടെത്താനാവാത്തതൊക്കെയായിരുന്നു പിന്നീട് വലിയൊരു ആശങ്കയിലേക്കൊക്കെ എത്തിയത്. എന്തായാലും ഇതൊക്കെ തന്നെ ഈ ഒരു ബാക്ടീരിയയുടെ ഒക്കെ തന്നെ ഒരു മ്യൂട്ടേഷൻ ഒക്കെ സംഭവിച്ചതിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മ്യൂട്ടൻ്റ് ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ഷിഗല്ലയിലേക്കൊക്കെ മാറിയത് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു നിഗമനമൊക്കെ തന്നെയാണ് എത്തുന്നത്. കാരണം അവിടെ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി ശുദ്ധീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യാപനത്തിലേക്കൊക്കെ എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെ കിണറുകളും ഒക്കെ തന്നെ പരിശോധിച്ച് അതിനുവേണ്ട ഗുണനിലവാരം ഉറപ്പാക്കുന്ന നടപടികളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾക്ക് ഇന്നലെ തന്നെ അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നു. ജില്ലയിലെ അനവധി സ്കൂളുകൾ, കൃത്യമായി പറഞ്ഞാൽ 13 സ്കൂളുകൾ, 3 പഞ്ചായത്തുകളിലെയും ഒരു നഗരസഭയിലെയും ഉൾപ്പെടുന്ന 13 സ്കൂളുകൾക്ക് 17-ാം തീയതി വരെ അവധി കൊടുത്തിട്ടുണ്ട്. മാർ ബസേലിയോസ് AUP സ്കൂളിന് 21-ാം തീയതി വരെയും അവധി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ജാഗ്രതക്കുറവ് ഉണ്ടാകരുത് എന്നും കൂടി വ്യക്തമാക്കുന്നു. എന്തായാലും വയനാട് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലെയും കിണറുകൾ പരിശോധിക്കുന്നുണ്ട് എന്നിപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും നിർബന്ധമായും എല്ലാ ജില്ലകളിലും ചെയ്യേണ്ട കാര്യമാണെന്നാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.